സാർ, പാകിസ്ഥാന് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ നിർമ്മിക്കാൻ ആവശ്യമായ ചില ഭാഗങ്ങൾ ചൈന നൽകുന്നു. അതുകൊണ്ട് ചൈനയിലെ ചില കമ്പനികൾക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി. ഇങ്ങനൊരു വാർത്ത സാറിന് ശ്രദ്ധയപ്പെട്ടു. ഇന്നലെ അത് അമേരിക്കൻ വിദേശകാര്യ വകുപ്പിൻ്റെ വക്താവ് മാത്യു മില്ലർ, അദ്ദേഹമാണ് ഒരു പത്രക്കുറിപ്പ് പോലെ ഒരു കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈന കുറേ കാലമായിട്ട് നിർണായക മിസൈൽ ഭാഗങ്ങൾ, ക്രൂഷ്യൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ക്രൂഷ്യൽ റിസോഴ്സസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദീർഘദൂര മിസൈൽ പാകിസ്ഥാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ പാകിസ്ഥാൻ ഉണ്ടാക്കാനുള്ള പദ്ധതിക്ക് പല ഭാഗങ്ങളും ചൈന പലതരത്തിലും കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഉപരോധം. പ്രധാനമായിട്ടും ബെയ്ജിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓട്ടോമേഷൻ ഫോർ മെഷീൻ ബിൽഡിംഗ് ഇൻഡസ്ട്രി, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എതിരെ ആണ് പ്രധാനപ്പെട്ട ഉപരോധം. റിയാംബ് എന്ന് പറയും, ആഗോളതലത്തിൽ റിയാംബ് എന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധമാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് പാകിസ്ഥാന് ഷഹീൻ 3 എന്ന് പറഞ്ഞ മിസൈല്, അഭാബി എന്ന് പറഞ്ഞ മിസൈല്, 2 എണ്ണം, അതിനു വേണ്ടിയുള്ള സഹായമാണ് ചൈന ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ആ മിസൈലിനുള്ള റോക്കറ്റ് മോട്ടോറുകൾ ആണ് ശരിക്കും ഈ ആ ഭാഗങ്ങളാണ് ഈ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ആ മിസൈല് പായാനൊക്കെയുള്ള ഈ മോട്ടോറുകൾ കാര്യക്ഷമമാണോ എന്നൊക്കെ പരീക്ഷിക്കാനുമൊക്കെ പാകിസ്ഥാൻ്റെ കൂടെ ഈ ബെയ്ജിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് റിയാംബ് പ്രവർത്തിച്ചിരുന്നു എന്ന് അമേരിക്ക കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും ചില കമ്പനികൾക്കും മാത്രമല്ല, ഒരു വ്യക്തിക്കുമെതിരെ ഉപരോധം, ചൈനീസ് പൗരൻ എതിരെ ഈ അമേരിക്കയുടെ ഉപരോധമുണ്ട്. റിയാംബ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ഈ നാഷണൽ ഡിഫൻസ് കോംപ്ലക്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ദേശീയ നാഷണൽ ഡെവലപ്മെൻറ്റ് കോംപ്ലക്സുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ റിയാംബ്, പ്രതിരോധ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിനെ പറ്റിയിട്ടൊക്കെയുള്ള സാങ്കേതിക പരിജ്ഞാനമൊക്കെ ഇവിടെയുള്ളവർക്കൊക്കെ, ശാസ്ത്രജ്ഞന്മാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരാണ് ഈ മോട്ടോഴ്സ് പരീക്ഷിക്കാൻ വേണ്ടി പാകിസ്ഥാനിലൊക്കെ പോയി പാകിസ്ഥാൻ്റെ ശാസ്ത്രജ്ഞന്മാരെയൊക്കെ സഹായിച്ചുകൊണ്ടിരുന്നത്. ചൈനയിൽ പിന്നെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ള കമ്പനികൾ ഹ്യൂബൈ എക്വിപ്മെൻറ്റ് കമ്പനി, ഹ്യൂബൈ ഹുവാ ചാങ്കദെ എക്വിപ്മെൻറ്റ് കമ്പനി ഒരു കമ്പനി, യൂണിവേഴ്സൽ എൻ്റർപ്രൈസസ് വേറൊരു കമ്പനി, സിയാൻ ലോങ്ദെ ടെക്നോളജി ഡെവലപ്മെൻറ്റ് കമ്പനി മൂന്നാമത്തെ കമ്പനി. പിന്നെ പാകിസ്ഥാനിലെ ഇന്നൊവേറ്റീവ് എക്വിപ്മെൻറ്റ് എന്ന് പറഞ്ഞ കമ്പനി 3 എണ്ണം ചൈനയിൽ, പാകിസ്ഥാനിൽ 1 എണ്ണം. ഈ ട്രാൻസ്ഫർ ഓഫ് എക്വിപ്മെൻറ്റ് ദാറ്റ് ആർ അണ്ടർ മിസൈൽ ടെക് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ മിസൈൽ ഏതെങ്കിലും രാജ്യത്തിനൊക്കെ പണിയാനുള്ള ആയുധങ്ങൾ, ഭാഗങ്ങളൊന്നും നമ്മൾ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് പല രാജ്യങ്ങളൊക്കെ ഒപ്പുവെച്ചിട്ടുണ്ട് ഒരു കരാർ. ആ നിയന്ത്രണങ്ങൾക്കൊക്കെ വിരുദ്ധമായിട്ടാണ് ചൈനീസ് കമ്പനികൾ ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഉപരോധം. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഡോൺ എന്ന് പറഞ്ഞ പാകിസ്ഥാൻ പത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആദ്യമായിട്ടല്ല ഇങ്ങനെ ഉപരോധം വരുന്നത്. 2023 ഒക്ടോബറിൽ 3 കമ്പനികൾക്കെതിരെ ഇങ്ങനെ ഉപരോധം വന്നിരുന്നു എന്ന് ഡോൺ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ചൈനയ്ക്ക് ഇത് പണ്ടും ഈ പരിപാടി ആണ്. മാത്രമല്ല, ഇന്ത്യക്കെതിരെ അയലത്തൊരു ശക്തി ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കാനാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അപ്പോൾ ഇത്രയും ഒക്കെയാണ് ഈ മാത്യു മില്ലർ പറഞ്ഞത്. ഇതിൽ നിന്ന് എനിക്ക് ഓർമ്മ വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ ഇത് സംബന്ധിച്ച ധാരാളം വിവരങ്ങൾ അമേരിക്കയ്ക്ക് കൈമാറിയിട്ടുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ ഉപരോധം എന്ന് വേണം കാണാൻ. അത് ഇന്ത്യൻ തുറമുഖങ്ങൾ വഴി
പാകിസ്ഥാനിലേക്ക് ഇതുപോലെ പല സംഗതികളും എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് ചൈന. പല കപ്പലുകളും നമ്മൾ തടഞ്ഞിട്ടുണ്ട് ഇവിടെ തുറമുഖങ്ങളിൽ. ബോംബെയിലെ നവസേവ, പിന്നെ ചെന്നൈയിലെ ചില തുറമുഖങ്ങളിലുമൊക്കെ ഇതുപോലത്തെ എക്യുപ്മെൻ്റൊക്കെ ഉണ്ടല്ലോ. മനുഷ്യൻ ഇടപെടാതെ തന്നെ കമ്പ്യൂട്ടർ വഴി മാത്രം, മാനുവലായിട്ടല്ലാതെ കമ്പ്യൂട്ടർ വഴി ചെയ്യേണ്ട പല സംഗതികളും ഉണ്ട് ഈ മിസൈലുമൊക്കെ ആയിട്ട്. പ്രോഗ്രാമിങ്ങിൽ ആ പ്രോഗ്രാമിങ്ങിന് വേണ്ടി പോയ ഒരു മെഷീനും 2000 കിലോയ്ക്ക് മുകളിലൊക്കെ വരുന്നത് ഒരിക്കൽ നമ്മൾ ഈ തുറമുഖത്ത് പിടിച്ചിട്ടുണ്ട്. ഇന്ത്യൻ തുറമുഖത്ത്, ഇന്ത്യൻ വഴി കറാച്ചിക്കൊക്കെ അയക്കാറുണ്ട് ചൈന. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയിൽ ചൈനയിൽ നിന്ന് ഒരു രാസവസ്തു ഒരു കപ്പലിൽ നമ്മുടെ തുറമുഖത്ത് നമ്മൾ കണ്ടിരുന്നു അടുത്ത കാലത്ത്. അത് ഓർത്തോക്ലോറോബെൻസിലിഡീൻ മലോനോനൈട്രൈറ്റ് എന്ന് പറഞ്ഞ രാസവസ്തു. ഇത് ഈ ടിയർ ഗ്യാസ് ഒക്കെ ഇല്ലേ, ടിയർ ഗ്യാസ് ഷെല്ലുകൾ, അതിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതിന് ഡുവൽ യൂസ് ഉണ്ടാവാം, ഇതല്ലാതെ യൂസും ഉണ്ടാവാം, മറ്റായുധങ്ങളിലും പ്രയോഗിക്കാമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സംഗതി കലാപങ്ങളൊക്കെ നടക്കുമ്പോൾ തടയാനുള്ള പല സംഗതികളും ഈ രാസവസ്തു കൊണ്ട് ഉണ്ടാക്കാം. ഇങ്ങനെ ഒരു ചൈനീസ് കപ്പൽ ഇതൊക്കെ ആയിട്ടുള്ളത് തമിഴ്നാട്ടിൽ ചെന്നൈക്ക് അടുത്തുള്ള കാട്ടുപള്ളി തുറമുഖത്ത് 2024 ഈ കഴിഞ്ഞ ഏപ്രിൽ 18 പിടിച്ചിരുന്നു ഒരു കപ്പൽ. ആ 2560 കിലോ ഈ രാസവസ്തു അതിലുണ്ടായിരുന്നു. 103 ഡ്രമ്മുകളിലാണ് അത് നിറച്ചിരുന്നത് രാസവസ്തു. നമ്മളിത് കണ്ടുപിടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ചിലപ്പോൾ ചില തുറമുഖങ്ങളിൽ ചൈനയ്ക്ക് വല്ല ഏജൻറ്റുമാരും ഒക്കെ ഉണ്ടായി എന്നൊക്കെ വരാം. വെറുതെ ഇങ്ങനെ അയച്ചുവിടില്ലല്ലോ. ജനുവരി 23 ചൈനയുടെ ഒരു ന്യൂക്ലിയർ കാർഗോ, ആണവ കാർഗോ മുംബൈ പോർട്ടിൽ നവസേവയിൽ പിടിച്ചിരുന്നു. അപ്പോൾ ഇത് ശരിക്കും ഈ മിസൈലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പരിപാടിക്കായിരിക്കണം അത്. ആ കാർഗോ ചരക്ക് അത് ബാലിസ്റ്റിക് മിസൈലിനുള്ളത് തന്നെയായിരുന്നു എന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ജനുവരി 23 നവസേവ പോർട്ടിൽ പിടിച്ചത് ബോംബെയിൽ. യൂറോപ്പ്, അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നൊക്കെ ചില കമ്പനികളിൽ നിന്നൊക്കെ വളഞ്ഞ വഴിക്ക് ചൈന വഴി പാകിസ്ഥാൻ ഇത് ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഇടനിലക്കാരനെ പോലെ പോലും ചൈന പ്രവർത്തിക്കുന്നുണ്ട്. ഒരു മാൾട്ടയിൽ നിന്നുള്ളൊരു കപ്പൽ, അത് പല രാജ്യങ്ങളുടെയും കപ്പൽ വാടകയ്ക്ക് എടുത്തിട്ടാണല്ലോ ഇതൊക്കെ അയക്കുന്നത്. അപ്പോൾ മാൾട്ടയിൽ നിന്നുള്ളൊരു കപ്പലാണ് നവസേവ പോർട്ടിൽ അന്ന് ജനുവരിയിൽ പിടിച്ചത്, ഇന്ത്യ പിടിച്ചത്. മാൾട്ടയിൽ നിന്നുള്ള ആറ്റില എന്ന് പറഞ്ഞ കപ്പൽ, അതിലാണ് ഈ സംഭവങ്ങൾ, മിസൈലിന് വേണ്ടിയിട്ടുള്ള സംഗതികളൊക്കെ ഉണ്ടായിരുന്നത്. കറാച്ചിക്കുള്ള കപ്പലായിരുന്നു അത്. ചൈനയിലെ ഷെക്കു എന്ന് പറഞ്ഞ തുറമുഖത്ത് നിന്നാണ് പുറപ്പെട്ടത്. അത് CNC മെഷീനറി ആണ് അതിലുണ്ടായിരുന്നത്. ആ CNC മെഷീനറി എന്ന് പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ, അതാണ് CNC. മാനുവൽ അല്ലാതെ കമ്പ്യൂട്ടർ വഴി ഉള്ള പ്രോഗ്രാമിങ്ങിന് വേണ്ടി മിസൈൽ ഉള്ള ഒരു യന്ത്രം. അതാണിപ്പോൾ മിസൈലിന് വേണ്ടിയുള്ള ചില ഭാഗങ്ങൾ എന്ന് അമേരിക്ക പറഞ്ഞില്ലേ, ഈ ഒരു യന്ത്രമൊക്കെ അതിൽ പെടുന്നതാണ്. നമ്മൾ കൊടുത്ത വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണത് സംഭവിച്ചിരിക്കുന്നത്. ആ കപ്പലിലെ ചരക്കിൻ്റെ കാര്യം പറഞ്ഞിരുന്നത് ഷാങ്ഹായ് JXC ഗ്ലോബൽ ലോജിസ്റ്റിക്സ് കമ്പനിക്ക് കമ്പനിയിൽ നിന്ന് പാകിസ്ഥാനിലെ വിങ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കറാച്ചിക്ക് അയക്കുന്നു എന്നാണ് അതിൽ എഴുതിയിരുന്നത് ചരക്കിൽ. പക്ഷേ യഥാർത്ഥത്തിൽ അതങ്ങനെയല്ലായിരുന്നു. അങ്ങനെ എഴുതി, പക്ഷേ ചരക്ക് എടുത്തുകൊണ്ട് പോയിട്ട് ചരക്ക് പോകുന്നത് പാകിസ്ഥാനിലെ കോസ്മോസ് എൻജിനീയറിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കായിരുന്നു പോകേണ്ടിയിരുന്നത്. 2022 മാർച്ച് 12 തെർമോ ഇലക്ട്രിക് എക്യുപ്മെൻറ്റ്സ് ഈ നവസേവ പോർട്ടിൽ ഇവരുടെ തന്നെ കോസ്മോസ് എൻജിനീയറിങ്ങിന് തന്നെ ഉള്ളതും പിടിച്ചിരുന്നു. അപ്പം മിസൈലുമായി ബന്ധപ്പെട്ട കുറേ സംഗതി ഇന്ത്യ വഴി കടത്താനും ഈ ചൈന ശ്രമിച്ചിരുന്നു എന്നുള്ളതിന് തെളിവുണ്ട്. അപ്പം നമ്മളിത് പിടിച്ചിട്ട് തന്നെ
നമ്മുടെ പത്രങ്ങളിൽ, ഈ മലയാള പത്രങ്ങളിലൊന്നും ഇതങ്ങനെ കാര്യമായിട്ട് വരില്ല. ഈ ഇംഗ്ലീഷ് ഓൺലൈനുകൾ, പ്രത്യേകിച്ച് ഡിഫൻസൊക്കെ, അതിലൊക്കെ ഇത് പിടിച്ച കാര്യങ്ങൾ തന്നെ വന്നതൊക്കെ, ജനുവരിയിൽ പിടിച്ചതൊക്കെ ഞാൻ വായിച്ചത് മാർച്ചിലൊക്കെയാണ്. 2 മാസം 3 മാസം കഴിഞ്ഞ് ഇത് വെരിഫിക്കേഷനും ഒക്കെ കഴിഞ്ഞിട്ട് എന്താണെന്നൊക്കെ അറിഞ്ഞിട്ടാണ് വാർത്തകളൊക്കെ വന്നത്, ലീക്ക് ചെയ്ത്. അല്ലാതെ സർക്കാർ വാർത്ത ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് പിടിച്ചു എന്നൊന്നും പറയുന്നതല്ല, അത് ലീക്ക് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ വാർത്തകൾ വരുമ്പോൾ ഇങ്ങനത്തെയുള്ള വിവരങ്ങൾ പാകിസ്ഥാൻ ചെയ്യുന്നുണ്ട്, പാകിസ്ഥാൻ അതുകൊണ്ട് ഭീകരരാഷ്ട്രമാണെന്നൊക്കെ നമ്മൾ ശത്രുരാജ്യം എന്നുള്ളതിലേക്ക് അമേരിക്കയോട് ഇത് പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. മോദി ചെല്ലുമ്പോഴോ ദോവൽ ചെല്ലുമ്പോഴോ ഒക്കെ ഇതാണ് തെളിവ്, ഇതാണ് അതിൻ്റെ ചിത്രങ്ങൾ, ചൈന ഈ പരിപാടി ചെയ്യുന്നുണ്ട്. ചൈനയാണെങ്കിൽ അമേരിക്കയുടെ ശത്രുരാജ്യമാണ്, നമ്മുടെയും ശത്രുരാജ്യം. പാകിസ്ഥാൻ ഇപ്പോൾ ഒരു ഭീകരരാഷ്ട്രമായിട്ടാണ് കരുതുന്നത്. മുമ്പ് ഒരു സൗഹൃദ രാജ്യമായിട്ട് 1971 യുദ്ധകാലത്ത് അമേരിക്ക പാകിസ്ഥാന്റെ കൂടെയായിരുന്നു. 7ാം കപ്പൽ പടയൊക്കെ അവിടേക്ക് വന്നിരുന്നതാണ്, കടലിൽ അടുത്തൊക്കെ വന്നിരുന്നതാണ്. അതിൽ നിന്നൊക്കെ കാലാവസ്ഥയൊക്കെ മാറി. അപ്പോൾ ഇന്ത്യയും കൂടി ഇടപെട്ടിട്ടാണ് ഈ പാകിസ്ഥാൻ്റെ ഈ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയെ അട്ടിമറിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ തന്ത്രപരമായ ഇടപെടൽ ഉണ്ടായി എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അല്ലെ, യാഥാർത്ഥ്യബോധത്തോടു കൂടിയിട്ടുള്ള ഇടപെടൽ എന്ന് പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.